ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടർ സ്റ്റോക്ക്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ എന്നോടൊപ്പം ഡോക്ടർ രാജീവ് ജയദേവൻ. അദ്ദേഹം IMA കൊച്ചിൻ സെക്രട്ടറിയാണ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. അദ്ദേഹം ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. അദ്ദേഹം സൺറൈസ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. പക്ഷേ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഗ്യാസ്ട്രോഎൻട്രോളജിയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ലാത്തത് കൊണ്ടാണ് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് എന്നുള്ളൊരു ടൈറ്റിൽ വയ്ക്കാത്തത്. ഇന്ന് ഞങ്ങളിവിടെ സംസാരിക്കുന്ന വളരെ യുണീക്കായിട്ടൊരു വിഷയം, വളരെ പ്രാധാന്യം അർഹിക്കുകയും എന്നാൽ നമ്മൾ വളരെയധികം നെഗ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു വിഷയമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നോയ്സ് പൊല്യൂഷൻ. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും, കേട്ടിട്ടുണ്ടാവും, ശബ്ദ മലിനീകരണം. നമ്മുടെ റോഡുകളിലാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും വളരെയധികം കൂടുതലായി, ആവശ്യത്തിലധികം, കൂടുതലായെന്ന് ഞാൻ പറയുന്നില്ല, ആവശ്യത്തിലധികമായി ശബ്ദം ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഡോക്ടറും ആ കാഴ്ചപ്പാട് ഷെയർ ചെയ്യുന്ന ഒരാളാണ്. അതിനുവേണ്ടി IMAയുടെ ഒരുപാട് ബോധവൽക്കരണ പരിപാടികളും മറ്റും സംഘടിപ്പിക്കുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇങ്ങനൊരു നിർദ്ദേശം, ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കണം, ഇത് കേൾക്കുന്നവർക്കൊരു അവയർനെസ് ഉണ്ടാവട്ടെ എന്നാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ കൂടുതൽ ചോദിക്കാം, എന്താണ് ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ഡോക്ടർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഡോക്ടർ, ഞാൻ പറഞ്ഞില്ല, ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു, അതിൽ അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഡോക്ടർ പറയാം. എൻ്റെ ഒരു ഫസ്റ്റ് ചോദ്യം, ശബ്ദ മലിനീകരണത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം എന്താണ് ശബ്ദം, നമ്മളിതെങ്ങനെ കേൾക്കുന്നു, അതിൻ്റെ ഒരു ഫിസിക്സ് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ശരി. ശബ്ദം എങ്ങനെ നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിനൊരു ഉദാഹരണം നമ്മളിൽ നിന്ന് തുടങ്ങാം. എങ്ങനെ നമുക്ക് കാഴ്ച ലഭിക്കുന്നു? കണ്ണിലേക്ക് പതിയുന്ന ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിൻ്റെ പിന്നിലുള്ള റെറ്റിനയിൽ തട്ടി അവിടെ നെർവ് സിഗ്നൽസ് ആയിട്ട്, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കണ്ണ് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിൻ്റെ ഒരു ഭാഗത്തേക്ക് ചെന്ന് അവിടെ ഇതിനെ അനലൈസ് ചെയ്യുമ്പോഴാണ് കാഴ്ച നമുക്കുണ്ടാകുന്നത്. അതുപോലെ ഒരു പ്രതിഭാസമാണ് ചെവിയിലും കർണത്തിലും നമുക്ക് ഉണ്ടാകുന്നത്. സൗണ്ട് വേവ്സ് നമ്മുടെ ചെവിക്ക് അകത്തോട്ട് ചെല്ലുകയും ചെന്നതിന് ശേഷം ഇയർ ഡ്രമ്മിൽ ചെറിയ വൈബ്രേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ വൈബ്രേഷൻ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സ് ചെറിയ ചില അസ്ഥികൾ വഴി, ചെറിയ ബോൺസ് വഴി കോക്ലിയ എന്ന് വിളിക്കുന്ന ഇന്നർ അപ്പാരറ്റസിലേക്ക് അത് കടത്തിവിടുന്നു. കോക്ലിയ എന്ന് പറയുന്നത് ഒച്ചിൻ്റെ മാതിരിയുള്ള ഒരു ചെറിയൊരു ഫ്ലൂയിഡ് നിറച്ചിട്ടുള്ള ഒരു അവയവമാണ്. വളരെ നേർത്ത ഒരു അവയവമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ചെവിയുടെ ഉള്ളിലാണ്. ഇയർ ഡ്രമ്മിനേക്കാളും വളരെ ഉള്ളിലാണ്, ഇന്നർ ഇയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്യുന്ന വൈബ്രേഷൻസ് ഈ ഓസിക്കിൾസ് വഴി, ഈ അസ്ഥികൾ വഴി നമ്മുടെ കോക്ലിയയിൽ എത്തുകയും ഈ കോക്ലിയയിൽ ഉണ്ടാകുന്ന ഈ വൈബ്രേഷൻസ്, നമ്മളിപ്പോൾ ഒരു കുളത്തിൽ ഒരു കല്ലെടുത്തിട്ടാൽ ഉണ്ടാകുന്ന ചില ഓളങ്ങളുണ്ടല്ലോ, ഈ ഓളങ്ങൾ മാതിരിയുള്ള വൈബ്രേഷൻസ് ഈ കോക്ലിയയ്ക്കകത്തുള്ള ഫ്ലൂയിഡിൽ ചെല്ലുന്നു. ഈ ഫ്ലൂയിഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന ചില സെല്ലുകളുണ്ട്, വളരെ സൂക്ഷ്മമായിട്ടുള്ള സെല്ലുകൾ, കോശങ്ങളുണ്ട്. ഇവയെ ഹെയർ സെൽസ് എന്നാണ് വിളിക്കുന്നത്. മുടിയുമായിട്ട് ബന്ധമൊന്നുമില്ല. ഹെയർ സെൽസ് എന്ന് വിളിക്കാൻ കാരണം ഈ കോശങ്ങളുടെ അറ്റത്ത് വളരെ നേർത്ത മുടിയുടെ ആകൃതിയിലുള്ള സീലിയ ഉണ്ട്. അപ്പോൾ ഈ വെള്ളത്തിനടിയിലുള്ള ചില ചെടികൾ ഇങ്ങനെ ആടിക്കളിക്കുന്നത് പോലെ ഈ ഹെയർ സെൽസ് നിരന്തരം ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശബ്ദം ചെല്ലുന്ന താളത്തിനനുസരിച്ച് ഇവയുടെ ആട്ടത്തിൻ്റെ മാറ്റം ഉണ്ടാവുകയും ഇത് മെക്കാനിക്കൽ എനർജി ഈ സെല്ലിൽ ഉണ്ടായിട്ട് ഈ സെല്ലിൻ്റെ അടിയിൽ ഉള്ള നെർവ് ഫൈബറിലേക്ക് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് ഓഡിറ്ററി നെർവ്, 8ാമത്തെ നെർവ് വഴി അത് നമ്മുടെ ബ്രെയിനിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ബ്രെയിൻ അതിനെ ഈ ഇലക്ട്രിക്കൽ എനർജിയെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഇന്ന ശബ്ദമാണ് നമ്മൾ കേട്ടത് എന്ന് നമുക്ക് തോന്നുക. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്. വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയയാണ് നമുക്ക് കേൾക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ സങ്കീർണമായ ഈ പ്രക്രിയയാണ് ഇത്ര എളുപ്പത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. തീർച്ചയായും. അതെ അതെ. ഇപ്പോൾ ഡോക്ടർ, ഈ ശബ്ദ മലിനീകരണം, ഈ ശബ്ദം എപ്പോഴാണ് മലിനമാകുന്നത് എന്ന് പറയാം? മലിനീകരണം എന്നുള്ള വാക്ക് കടുത്ത വാക്കാണ്. ശബ്ദം ഒരു മലിനീകരണം എപ്പോഴാകുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ അത് ഒരു ഉദാഹരണം കൊണ്ട് പറയാം. നമ്മുടെ കണ്ണിൻ്റെ ഉദാഹരണത്തിന് തുടങ്ങാം. നമ്മുടെ കണ്ണുകൾക്ക് ചേരാത്തൊരു കാഴ്ച നമുക്ക് മുമ്പിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ശക്തിയേറിയൊരു പ്രകാശം കാറിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക്, ടോർച്ച് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ണൊന്ന് ചിമ്മിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ കാതിൻ്റെ കാര്യം അതുപോലെയല്ല. ഉച്ചത്തിലുള്ള ശബ്ദം വരുമ്പോൾ നമ്മുടെ കാതിലേക്ക് യാതൊരു തടസ്സവുമില്ലാതെ കടന്നു ചെന്ന് അത് ഇയർ ഡ്രമ്മിനെ തുളച്ച് നമ്മുടെ കോക്ലിയയിൽ വളരെ വലിയ വൈബ്രേഷൻസ് ഉണ്ടാക്കുകയും അതിനകത്തുള്ള ഈ സെല്ലുകൾക്ക് ക്ഷതം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്.
നിരന്തരമായിട്ടുള്ള ക്ഷതം ഉണ്ടാകുമ്പോൾ ഈ സെല്ലുകൾ പുനർജനിക്കാനാവാതെ നശിച്ചു പോവുകയും പരിമിതമായിട്ടുള്ള ഈ സെല്ലുകളുടെ സംഖ്യ മൊത്തത്തിൽ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മലിനീകരണം എന്ന് പറയുന്നത് ഇതിനാണ്. നിരന്തരം അമിതമായിട്ടുള്ള തോതിൽ ശബ്ദം നമ്മുടെ കർണങ്ങളിൽ തുളച്ചു കയറുകയും ഈ സെല്ലുകൾ നഷ്ടപ്പെടുകയും കേൾവിശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം അവിടെ ഉണ്ടാവുകയാണ്. ഇതിനെയാണ് മലിനീകരണം എന്ന് പറയുന്നത്. കാരണം മലിനീകരണം എന്താണ്? നമുക്ക് ആവശ്യമില്ലാത്തതും അനാവശ്യമായിട്ടുള്ളതും അമിതമായിട്ടുള്ളതും ഉള്ളതുമായിട്ടുള്ളൊരു പദാർത്ഥം. ഇപ്പോൾ അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നു, പുക അല്ലെങ്കിൽ ഫോഗ്, ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, പോയ്സണസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ശബ്ദത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. കാരണം ശബ്ദം നമ്മളല്ല ഉണ്ടാക്കുന്നത്, മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനം ഉണ്ടാക്കുന്ന ശബ്ദം നമ്മുടെ കർണത്തിലേക്ക് കയറി വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മലിനീകരണം എന്നുള്ള വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ശബ്ദ മലിനീകരണം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുക. ഡോക്ടറുടെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഒരു ഇതിനെക്കുറിച്ചുള്ള റിസർച്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായി ശബ്ദ മലിനീകരണം എവിടെയാണ് ഉണ്ടാകുന്നത്, ഏത് സാഹചര്യങ്ങളിലാണ് ഉണ്ടാകുന്നത്? ശബ്ദ മലിനീകരണം എല്ലാ സാഹചര്യങ്ങളിലും ഉണ്ടാകാറുണ്ട്. അതിനെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. ആദ്യം നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാം. വീട്ടിലാണല്ലോ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ, അതായത് നമ്മുടെ ടെലിവിഷൻ, ഉച്ചത്തിലുള്ള സംഭാഷണങ്ങൾ, റേഡിയോ, അതുപോലെ ഉച്ചത്തിലുള്ള ഉപകരണങ്ങൾ, മിക്സി, ഫാൻ, കേടായിട്ടുള്ള ഫാൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ വീട്ടിലുള്ള ശബ്ദം എന്ന് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ചെറിയ കുട്ടികളാണെങ്കിൽ ടീനേജേഴ്സ് വരെ ഈ ചെവിക്കകത്തേക്ക് തിരികെ കയറ്റുന്ന ഇയർഫോൺസ് ഉപയോഗിക്കാറുണ്ട്. മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവർ ചെവിക്കകത്തേക്ക് ഇയർഫോൺസ് തിരികെ കയറ്റിയതിന് ശേഷം ഉയർന്ന ശബ്ദത്തിൽ ഫോണിൽ നിന്നും മറ്റ് മ്യൂസിക് പ്ലെയേഴ്സിൽ നിന്നും അവർ പാട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വളരെ ഉയർന്ന ഡെസിബൽസിലുള്ള ശബ്ദമാണ് അവരുടെ ചെവിയിലേക്ക് തുളച്ചു കയറുന്നത്. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തത്, വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് നിരത്തിലേക്കാണ്, റോഡിലേക്കാണ്. അപ്പോൾ റോഡിൽ ഉണ്ടാകുന്ന മലിനീകരണത്തെ പറ്റി നമുക്ക് സംസാരിക്കാം, ശബ്ദ മലിനീകരണത്തിൽ വീണ്ടും സംസാരിക്കാം. പക്ഷെ റോഡിൽ ഉണ്ടാകുന്ന വാഹനങ്ങളുടെ ശബ്ദം, നിരന്തരമായിട്ടുള്ളത് അനാവശ്യമായിട്ടുള്ള ഹോണടി, ഇതൊക്കെ റോഡിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ. പിന്നെ റോഡ് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ജോലി സ്ഥലമാണ്. അപ്പോൾ ജോലി സ്ഥലത്തുണ്ടാകുന്ന ശബ്ദങ്ങൾ, നമ്മളൊരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ ഫാക്ടറിയിലുള്ള യന്ത്രങ്ങളുടെ ശബ്ദം, അവിടെയുള്ള എക്സോസ്റ്റ് ഫാനിൻ്റെ ശബ്ദം, ചുറ്റുമുള്ള വ്യക്തികൾ സംസാരിക്കുന്നതിൻ്റെ ശബ്ദം, എന്തെങ്കിലും പബ്ലിക് അഡ്രസ് സ്പീക്കേഴ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശബ്ദം, ഇങ്ങനെ പല ശബ്ദങ്ങൾ നമ്മുടെ വർക്ക് പ്ലേസിൽ, ജോലി സ്ഥലത്ത് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ജോലി വിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ മൊത്തത്തിലുള്ള എൻവയറൺമെൻറ്റിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ, അതിപ്പോൾ ഒരു ലൗഡ് സ്പീക്കർ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു ഉത്സവമോ പെരുന്നാളോ ഉണ്ടെങ്കിൽ വളരെ ഉച്ചത്തിൽ ശബ്ദം വയ്ക്കുകയും വളരെ വൈകിയ ലേറ്റ് അവേഴ്സ് വരെ 10-11 മണി വരെ ശബ്ദം കേൾക്കുന്ന പല പ്രോഗ്രാംസും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ഉയർന്ന ഡെസിബൽസിൽ നമുക്ക് ആവശ്യമില്ലാത്തത്, നമുക്ക് താല്പര്യമില്ലാത്ത ശബ്ദം നമ്മുടെ ചെവിക്കകത്തേക്ക് തള്ളിക്കയറുന്ന അവസ്ഥയാണ്. ഇതിനെയൊക്കെ മലിനീകരണം എന്ന് നമുക്ക് വിളിക്കേണ്ടിയിരിക്കും. ഡോക്ടർ, നമ്മളിപ്പോൾ റോഡിലുണ്ടാകുന്ന ശബ്ദ മലിനീകരണത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അത് കുറച്ച് ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒരു വിഷയമാണ്. ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ ഏറ്റവും ഇപ്പോൾ വീട്ടിലും ശബ്ദ മലിനീകരണം ഉണ്ട്, എന്നാൽ പോലും നമ്മൾ നാട്ടിൽ നമ്മുടെ ഒരു സാഹചര്യങ്ങൾ റോഡിലാണെന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ ഒന്ന് സംസാരിക്കും. തീർച്ചയായിട്ടും റോഡിലുള്ള ശബ്ദ മലിനീകരണത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നമ്മൾ ഒരു വാഹനത്തിൽ ഇരിക്കുമ്പോഴും നമ്മൾ റോഡിൽ കൂടി നടക്കുമ്പോഴും, കാൽനടക്കാരായിട്ട് നടക്കുമ്പോഴും, റോഡ് സൈഡിൽ നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഒരു കട നടത്തുന്ന വ്യക്തിയാണെങ്കിലും, റോഡിൽ പ്രവർത്തിക്കുന്ന മറ്റ് വർക്കേഴ്സ് ആണെങ്കിലും, പോലീസുകാരാണെങ്കിലും, എല്ലാവർക്കും ഈ ശബ്ദത്തിൻ്റെ മലിനീകരണം അമിതമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ നഗരപ്രദേശങ്ങളിൽ അനുഭവപ്പെടാറുണ്ട്. ഇതേപ്പറ്റിയുള്ള ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ 2008 നടത്തുകയും നമ്മുടെ പ്രത്യേകിച്ചും എറണാകുളം നഗരത്തിലുള്ള മെയിൻ ജംഗ്ഷൻസിൽ, പ്രധാനപ്പെട്ട ജംഗ്ഷൻസിലെല്ലാം പോയി ഡെസിബൽ മീറ്റർ ഉപയോഗിച്ച് ശബ്ദത്തിൻ്റെ അളവ് ഇവരെ മെഷർ ചെയ്യുകയും അത് ഒരു പഠനമായിട്ട് പബ്ലിഷ് ചെയ്യുകയും ആ പഠനത്തിൻ്റെ റിസൾട്ട്സ് തെളിയിച്ചത് ഒരു സാധാരണ മനുഷ്യൻ്റെ ചെവിക്ക് താങ്ങാവുന്നതിലും അധികമാണ് ഈ ശബ്ദം പലയിടത്തിലും ഉണ്ടായിരുന്നത്. നിരന്തരമായിട്ടുള്ള എക്സ്പോഷറാണ്. അപ്പോൾ ഹോണിൻ്റെ ശബ്ദം, വാഹനങ്ങൾ വന്ന് നിർത്തുന്നതിൻ്റെ ശബ്ദം, പിന്നെ മറ്റ് ബാക്കിയുള്ള വാഹനങ്ങൾ ചലിക്കുമ്പോൾ റോഡിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ,
ടയർ റോഡിൽ ഉരസുമ്പോഴുണ്ടാകുന്ന ശബ്ദം, ഇതെല്ലാം ടയർ നോയ്സ് എന്നതിനെ വിളിക്കും. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ വളരെ ഉയർന്ന ഡെസിബിൾസാണ് നിരന്തരമായിട്ട് ഈ വ്യക്തികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. വാഹനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സാണ്. കാരണം എന്താണ്? അവർക്ക് ചുറ്റും ഒരു ആവരണമില്ല. നമ്മളൊരു കാറിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ഉണ്ട്, നമ്മളൊരു ഇൻസുലേറ്റഡ് ക്ലോസ്ഡ് കേബിനിൽ ഇരിക്കുകയാണ്. പക്ഷേ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 2 സൈഡിലും തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ പുറത്തുള്ള ശബ്ദങ്ങളെല്ലാം വളരെ യാതൊരു ബ്ലോക്കും കൂടാതെ അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് കയറുകയാണ്. മാത്രവുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് യാത്ര ചെയ്തപ്പോൾ തമ്പാനൂരിൽ നിന്ന് ഒരു വീട്ടിലേക്ക് പോകാൻ ഒരു ഓട്ടോറിക്ഷയിൽ കയറി. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ 2 സൈഡിലും, ചെവിയുടെ 2 സൈഡിലായിട്ട് 2 ഹോൺ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ബോഷ് ഹോൺ, അതായത് ഈ പോലീസുകാരുടെയൊക്കെ ഈ ജീപ്പിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന തരത്തിലുള്ള ഹോൺ. അത് കേട്ടപ്പോൾ എനിക്ക് ഒരു വിധത്തിൽ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ പറഞ്ഞു, ചേട്ടാ പ്ലീസ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴെങ്കിലും ഈ ഹോൺ അടിക്കരുതെന്ന് ചോദിച്ചു. എന്നാൽ ശരി, അടിക്കുന്നില്ല. ഞാൻ പിന്നെ പുള്ളിയോട് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു ഡോക്ടറാണ്, ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു വക്താവാണ്, ഇതൊരു മലിനീകരണമാണ് എന്ന് ചേട്ടന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിനെന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു, ഇത് അധികം താമസിയാതെ താങ്കൾക്ക് ഹിയറിംഗ് ലോസ് ഉണ്ടാവും, കേൾവി ശക്തി കുറയും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് IMAയിൽ പോയി ജോൺ പണിക്കർ ഡോക്ടറെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണം, അസോസിയേഷനിൽ ഈ മാറ്റർ ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, എറണാകുളം നഗരത്തിൽ നമ്മൾ 3 വർഷമായിട്ട് ഹോൺ നോട്ട് ഓക്കെ എന്നുള്ള സ്റ്റിക്കേഴ്സ്, അത് നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സാണ് ഇതിനെ ഒരു ഹോൺ നോട്ട് ഓക്കെ ക്യാമ്പയിൻ സക്സസ്ഫുൾ ആക്കിയത്. ഇപ്പോൾ എറണാകുളം നഗരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല വാഹനങ്ങളുടെയും പിന്നിൽ ഹോൺ നോട്ട് ഓക്കെ പ്ലീസ് എന്നൊരു സ്റ്റിക്കർ കാണും. അതായത് അനാവശ്യമായിട്ടുള്ള ഹോണടി ദയവായി ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഹോണടി വേണ്ടെന്നല്ല, പാടില്ലെന്നല്ല, അനാവശ്യമായിട്ടുള്ള ഹോണടി ഒഴിവാക്കുക. അപ്പോൾ ഇവർ ഈ ഒരു തുറസായ ഒരു വാഹനത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എറണാകുളം നഗരം മറ്റു നഗരത്തെക്കാൾ അപേക്ഷിച്ച് വിത്ത് എ ഫ്യൂ എക്സെപ്ഷൻസ് ഹോണടി താരതമ്യേന കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എക്സെപ്റ്റ് ഫോർ പ്രൈവറ്റ് ബസ്സുകൾ ഇപ്പോഴും ധാരാളം ഹോൺ അടിക്കുന്നുണ്ട്. പക്ഷേ പ്രൈവറ്റ് കാർസ്, എറണാകുളം ഏരിയയിലുള്ള കാറുകളും മറ്റ് ചെറിയ വാഹനങ്ങളും അധികം ഹോൺ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അത് ഇങ്ങനെയൊരു ബോധവൽക്കരണം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞത്, തിരുവനന്തപുരത്തും മറ്റ് നഗരങ്ങളിലും ഇതേ പ്രോഗ്രാം നമുക്ക് നടത്താം എന്ന് അവരോട് പറയുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇതേപ്പറ്റിയുള്ള ഒരു അജ്ഞതയാണ്, ലാക്ക് ഓഫ് നോളജ്. ഇതൊരു ഹെൽത്ത് പ്രോബ്ലമാണ്, ഇതൊരു ആരോഗ്യ പ്രശ്നമാണെന്ന് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ ശബ്ദ മലിനീകരണത്തെ പറ്റി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാത്തത്. ഈ ചെവിയിൽ ഉണ്ടാകുന്ന ആ കേൾവിക്കുറവ്, സീലിയ കോശങ്ങൾ നശിച്ചു പോകുന്നത് അല്ലാതെ വേറെന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടോ ഈ ശബ്ദത്തിൻ്റെ കൊണ്ട്? തീർച്ചയായും. ചെവിയിലെ കോശങ്ങളെ പറ്റി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് ഇറിവേഴ്സിബിൾ ആണ്. അതായത് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഏത് ചികിത്സ കൊണ്ടും ഇതിനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുകയില്ല. ഇറ്റ്സ് ഇറിവേഴ്സിബിൾ. കാരണം ഈ കോശങ്ങളുടെ സംഖ്യ, ഇപ്പോൾ നമ്മളിപ്പോൾ ചർമ്മത്തിലെ അല്പം ഒരു ഭാഗം നമ്മൾ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്കി കോശങ്ങൾ അതിനെ റിപ്ലേസ് ചെയ്യും. പക്ഷേ ഈ ഹെയർ സെൽസ് ബ്രെയിൻ സെൽസ് മാതിരിയാണ്, തലച്ചോറിലെ കോശങ്ങൾ മാതിരിയാണ്. നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു, അത് തിരിച്ചുണ്ടാവുകയില്ല. അതുകൊണ്ട് ഹിയറിംഗ് ലോസ് പെർമനൻ്റ് ആയിരിക്കും. അതൊന്ന്. പിന്നെ മറ്റ് അവയവങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ BP കൂടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നോയ്സ് പൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് ജർമ്മനിയിലും മറ്റ് വികസിത രാജ്യങ്ങളിലും നടത്തിയിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്, ഈ ഹൈ സൗണ്ട് എക്സ്പോഷർ, നോയ്സ് എക്സ്പോഷർ ഉള്ള പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ബ്ലഡ് പ്രഷർ, പ്രത്യേകിച്ചും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, BPക്ക് 2 റീഡിങ്സ് ഉണ്ടല്ലോ, 120, 80. ഈ 80 എന്നുള്ളത് 90 ആയി 100 ആയി 110 ഒക്കെ ആകുമ്പോഴാണ് ഹൈ ബ്ലഡ് പ്രഷർ നമ്മൾ പറയാറ്. ഈ ഡയസ്റ്റോളിക് ആണ് കൂടുതൽ ഡേഞ്ചറസ്. അപ്പോൾ ഈ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കൂടുന്നതായിട്ട് പഠനങ്ങൾ ആധികാരികമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, രക്തക്കൊഴലുകൾക്ക് കനം കൂടുന്ന ഒരു പ്രോസസ്സുണ്ട്, അതിൻ്റെ പേരാണ് എത്തറോസ്ക്ലെറോസിസ്. അതായത് നമ്മുടെ ശരീരത്തിൽ രക്തം ഒഴുകുന്ന ട്യൂബുകളുണ്ട്, അതിനെ രക്തക്കൊഴലുകൾ എന്ന് വിളിക്കുന്നു. ഈ രക്തക്കൊഴലുകൾ സാധാരണ വളരെ, നമ്മളൊരു ബലൂണിൻ്റെ മാതിരി വളരെ സപ്പിളായിരിക്കും. അല്പം ഒന്ന് വികസിക്കാൻ വേണ്ടി വന്നാൽ വികസിക്കാൻ പോരുന്ന രീതിയിലുള്ള ഇലാസ്റ്റിക് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ്. പക്ഷേ ഇവയുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് ഒരു അയൺ പൈപ്പ് മാതിരി തീരെ ഒരു ഹാർഡൻഡ് ആയിട്ട് കട്ടി കൂടുന്ന ഒരവസ്ഥയ്ക്കാണ് എത്തറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. അതായത് ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും മറ്റുമൊക്കെ മുമ്പുള്ള അവസ്ഥയ്ക്കാണ് എത്തറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. സൗണ്ട് എക്സ്പോഷർ അമിതമാകുന്ന സാഹചര്യങ്ങളിൽ എത്തറോസ്ക്ലെറോസിസ് ഉണ്ടാകുന്നതായിട്ടും ജർമ്മനിയിലുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അവരത് പഠിച്ചത് ഈ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബ്ലഡ് വെസലുണ്ടല്ലോ, അയോർട്ടയ്ക്കകത്തുള്ള ഈ കാൽഷ്യം ഡെപ്പോസിറ്റ് ഒരു പുറമേ ഉള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് അവർക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സൗണ്ട് എക്സ്പോഷർ ഉള്ള ആൾക്കാരുടെ ഈ അയോർട്ടയ്ക്കകത്ത്
കട്ടിയേറിയ ഒരു ആവരണം ഉണ്ടാവുകയും സൗണ്ട് എക്സ്പോഷർ ഇല്ലാത്ത വ്യക്തികൾക്ക് ഇതില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണ് അവർ ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബ്ലഡ് വെസൽസിന് ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇതിങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകാൻ, കിഡ്നി ഫെയിലിയർ, ഇതെല്ലാം ഉണ്ടാകാനുള്ള റിസ്ക് കൂടുകയാണ്. അപ്പോൾ ഇത് വെറും ഒരു ശല്യം, ഒരു സോഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം അല്ല, ഇതൊരു ഹെൽത്ത് പ്രോബ്ലമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു തുടർ നടപടികൾ നമുക്ക് തുടങ്ങാൻ സാധിക്കില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും സംസ്ഥാന വ്യാപകമായിട്ടും രാജ്യവ്യാപകമായിട്ടും ഇങ്ങനെ ഒരു അവയർനെസ് പ്രോഗ്രാം, ബോധവൽക്കരണ പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ 28-ന് ഈ മാസം ഈ ശനിയാഴ്ച വൈകുന്നേരം ഫിലിം സ്റ്റാർ മോഹൻലാൽ ആണ് നമ്മുടെ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യാൻ വരുന്നത്. അദ്ദേഹം വൈകുന്നേരം 7 മണിക്ക് ഇവിടെ നമ്മുടെ IMAയിൽ വന്ന് അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. സമൂഹത്തിലുള്ള പല വ്യക്തികളും, ടീച്ചേഴ്സ്, റോട്ടറി ക്ലബ്സ്, ലയൺസ് ക്ലബ്ബ്, അങ്ങനെയുള്ള എല്ലാ ഓർഗനൈസേഷൻസും എല്ലാവരും പ്രതിനിധികൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ചേർന്ന് വേണം, അതായത് ഡോക്ടർമാർ മാത്രമല്ല എല്ലാ ഓർഗനൈസേഷൻസും ചേർന്ന് നടത്തി കഴിഞ്ഞാൽ, റെസിഡൻസ് അസോസിയേഷൻസ്, ഇവരെല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം നമുക്ക് വരുത്താൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ശബ്ദ മലിനീകരണത്തെക്കുറിച്ച്, റോഡിലുണ്ടാകുന്ന ശബ്ദ മലിനീകരണത്തെക്കുറിച്ച്, പിന്നെ അന്തരീക്ഷം, പല ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മളിൽ പലരും, ഞാനും ഡോക്ടറും ഉൾപ്പെടുന്ന, ഇത് കണ്ടിരിക്കുന്ന ആൾക്കാർ ഉൾപ്പെടുന്നവരെല്ലാവരും സിനിമയ്ക്ക് പോകുന്നവരാണ്, കൺസേർട്സിന് പോകുന്നവരാണ്, ഗാനമേള കേൾക്കുന്നവരാണ്, ഒരുപാട് ഉത്സവങ്ങൾക്ക് പോകുന്നവരാണ്. ഇപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു 2.5 മുതൽ 3 മണിക്കൂർ വരെ നമ്മൾ എക്സ്പോസ്ഡ് ആണ്. അവിടെ നല്ല സൗണ്ട് ഉണ്ടാവുകയും ചെയ്യും തിയേറ്ററിനുള്ളിൽ. അതുപോലെ തന്നെയാണ് ഇതിലൊരു അലവബിൾ ലിമിറ്റ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും. അതായത് ഈ കേൾക്കുന്ന ശബ്ദം നമ്മളുടെ ചെവിക്ക് ദോഷമാണ്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രശ്നമാണ്, ആരോഗ്യ പ്രശ്നമാണ് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതാണ് എൻ്റെ ചോദ്യം. ഈ സൗണ്ട് എക്സ്പോഷർ വരുന്നത് അതിൻ്റെ ഇൻറ്റൻസ് ആയിട്ടുള്ള സൗണ്ടും പിന്നെ അതിൻ്റെ ദൈർഘ്യവും, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ്. ഇപ്പോൾ മോഡറേറ്റ് ആയിട്ടുള്ള, മീഡിയം ലെവലിലുള്ള ഒരു സൗണ്ട് അധിക നേരം കേൾക്കുന്നതും ഉയർന്ന ലെവലിലുള്ള സൗണ്ട് കുറച്ച് സമയം കേൾക്കുന്നതും ഒരേപോലെയാണ്, ഒരേ എഫക്റ്റാണ് ശരീരത്തിലുണ്ടാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ചുരുങ്ങിയ സമയത്ത് ആ ചുരുങ്ങിയ സമയത്ത് മാത്രമേ നമ്മൾ സൗണ്ടുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നുള്ളൂ. നമ്മൾ ഗാനമേളയ്ക്ക് പോകുന്നു, ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ആ ഏരിയയിൽ ഗാനമേളയ്ക്ക് പോകുന്ന ആൾക്കാർ മാത്രമേ ഈ പാട്ട് കേൾക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളത് കേൾക്കുകയും നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് പുറത്ത് വന്ന് അല്പം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് കയറാനും സാധിക്കും. അതിനെ നമുക്കൊരു ബ്രേക്ക് നമുക്ക് വിളിക്കാം. ഇപ്പോൾ സിനിമ തിയേറ്ററിലാണെങ്കിൽ തന്നെ നമ്മൾ ഇടയ്ക്കൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 1 മണിക്കൂർ സിനിമയ്ക്ക് ശേഷം നമ്മളൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് കയറുന്നത്. അതുകൊണ്ടൊരു എല്ലാ ദിവസവും നമ്മൾ സിനിമ കാണുന്നില്ലല്ലോ. അപ്പോൾ വല്ലപ്പോഴും ഒരു സിനിമ കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഗാനമേളയും. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രോബ്ലം, ഈ പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത്, ഇപ്പോൾ ഒരു ഉത്സവമോ പെരുന്നാളോ എന്തെങ്കിലും നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കുമ്പോൾ, എന്തെങ്കിലും ഒരു പബ്ലിക് പ്രോഗ്രാം നടക്കുമ്പോൾ നാനാഭാഗത്തേക്കും തിരിച്ചു വെച്ചിരിക്കുന്ന വലിയ വലിയ പഴയ കോളാമ്പി സ്പീക്കറുകളും ലൗഡ് സ്പീക്കറുകളും ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോൾ. അതെ, ഉപയോഗശൂന്യമായിട്ടുള്ളതും എന്നാൽ അത് തൽക്കാലം വർക്കിംഗ് കണ്ടീഷനായിട്ട് വളരെ ഉയർന്ന ഡെസിബിൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള യാതൊരു കൺട്രോളും ഇല്ലാത്ത ചില ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ കോളാമ്പി സ്പീക്കർ എന്ന് പറയും. പ്രത്യേകിച്ചും ഒരു നദിയുടെയൊക്കെ അടുത്ത്, പുഴയുടെയൊക്കെ അടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന ശബ്ദം ഈ പുഴയുടെ അപ്പുറത്ത് വരെ ചെല്ലും. അപ്പോൾ അത് ഒഴിവാക്കണം. അതായത് അതിൻ്റെ വോളിയം സെറ്റ് ചെയ്യാനും ഡെസിബിൾ മീറ്റർ ഉപയോഗിച്ച് അത് 85 മുതൽ 100 വരെയുള്ള ആ റേഞ്ചിൽ നിർത്താനും, അത് ഒരുപാട് മണിക്കൂർ തുടർച്ചയായിട്ട് ഇത് പ്ലേ ചെയ്യാതിരിക്കാനും നമ്മൾ ശ്രമിക്കണം. അതായത് സ്ഥിരമായിട്ട് കുറേ സമയം ഈ എക്സ്പോഷർ വരുമ്പോഴാണ് നമ്മുടെ കേൾവിക്ക് പ്രോബ്ലം ഉണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പോൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ കൾച്ചർ ഇപ്പോൾ മാറി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൾച്ചർ മാറി വരികയാണ്. വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഹോണടി തീരെയില്ല. ഹോണടിക്കുകയാണെങ്കിൽ അത് അപകടമുണ്ട് എന്നുള്ള മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ ഹോണടിക്കുന്നത്. എന്നാൽ അതുപോലെ നമുക്കിവിടെ കോപ്പി ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ കൾച്ചർ വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഹോണടി വേണ്ടി വരും, കാരണം നമ്മുടെ റോഡുകൾ വളരെ ക്രൗഡഡാണ്. പെട്ടെന്ന് നമ്മൾ കാണാതെ ഒരാൾ നമ്മുടെ മുമ്പിലോട്ട് ചാടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അയാളെ ഹോൺ അടിച്ച് നമ്മൾ അയാളെ ഒന്ന് നിരുത്സാഹപ്പെടുത്തണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാൻ ഈ വണ്ടിയിൽ ഇറങ്ങിയിട്ടുണ്ട്, റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് അനൗൺസ് ചെയ്തുകൊണ്ടുള്ള ഹോണടി ഒഴിവാക്കണം. അത് നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയുള്ള ഹോണടി ഉണ്ടെന്നാണ് പറയുന്നത്. ആരോ പറഞ്ഞത് സീറ്റിൻ്റെ അടിയിൽ ഒരു ഹോൺ സ്വിച്ച് ഉണ്ടാവും, ഡ്രൈവർ കയറി ഇരുന്നാൽ ഉടനെ തന്നെ ഹോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള കൾച്ചറുള്ള ചില ഭാഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇത് നമുക്ക് മാറ്റിയെടുക്കാം. അനാവശ്യമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഹോണടി, ശല്യപ്പെടുത്തുന്ന ഹോണടി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാറിലുള്ള വോളിയം, ബസ്സുകളിലും മറ്റും പിക്നിക്കിനും മറ്റും പോകുമ്പോൾ വയ്ക്കുന്ന ആ ശബ്ദം അത് അല്പം ഒന്ന് കുറയ്ക്കണം. കാറിൽ പാട്ട് വയ്ക്കുന്ന വോളിയം, ഞാൻ തന്നെ മുമ്പ് നല്ല ഉച്ചത്തിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു.
പക്ഷേ ഇപ്പോൾ കാർ ഓടിക്കുമ്പോൾ മോഡറേറ്റ് ആയിട്ടുള്ള ചെറിയ വോളത്തിൽ വെച്ച് അതേ എൻജോയ്മെൻറ്റ് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. കാരണം എനിക്കിപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയാം, അല്പം പേടിയുമുണ്ട്. കേൾവി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വയസ്സാകുമ്പോൾ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ല. അതെ അതെ അതെ. പിന്നെ വീട്ടിലാണല്ലോ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇത് എക്സ്പോഷർ നമുക്ക് വരാൻ സാധ്യതയുള്ളത്. അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്ന് ചുരുക്കി പറയാം. തീർച്ചയായും ഏത് മാറ്റവും സമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം വീട്ടിൽ തന്നെ ഉണ്ടാകണം, അല്ലേ? ഇറ്റ് മസ്റ്റ് ഹാപ്പൻ അറ്റ് ഹോം ഫസ്റ്റ്. അപ്പോൾ വീട്ടിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ടി വിയുടെ വോളിയം വളരെ ചെറിയ വോളത്തിൽ കേട്ട് നോക്കുക. പാട്ട് വയ്ക്കുമ്പോൾ ഒരു പാട്ടുപെട്ടിയിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നത്, ചെറിയ വോളത്തിൽ കേൾക്കുക. പിന്നെ ഈ ഇയർഫോൺസ് തിരികെ കയറ്റുന്നതിന് കുട്ടികളോട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. അതായത് അവർക്ക് ഹിയറിംഗ് ലോസ് വന്നു കഴിഞ്ഞാൽ അവരുടെ മാർക്ക്, പഠനത്തിലുള്ള അവരുടെ കഴിവ് കുറയുകയും ടീച്ചർ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാകാത്തത് കൊണ്ട് അവർക്ക് മാർക്ക് പരീക്ഷയിൽ പാസ്സാകാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയും സ്കോളാസ്റ്റിക് എബിലിറ്റി എന്നാണ് അതിന് ടേം വരുന്നത്. അത് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകളിൽ അവരുടെ പെർഫോമൻസ് താന്നു വരുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം അവർ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ഈ ഉയർന്ന ശബ്ദത്തിൽ, അതായത് ഹൈ ഡെസിബിൾ ലെവലിൽ അവർ ശബ്ദം കേൾക്കാതിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ വീടുകൾ ചേർന്നുള്ള റെസിഡൻസ് അസോസിയേഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഉയർന്ന ശബ്ദത്തിൽ ആരെങ്കിലും പാട്ട് വയ്ക്കുന്നുള്ള അവരോടൊന്ന് പറയുക, ഇങ്ങനൊരു കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും 9 മണിക്ക് ശേഷമുള്ള സമയത്ത് ഇത് വെക്കാതിരിക്കുന്നതാണ് നല്ലൊരു കൾച്ചർ. എന്ന് പറഞ്ഞാൽ ശരിക്കും 9 മണി കഴിഞ്ഞാൽ പലരും ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഉച്ചത്തിലുള്ള ശബ്ദം അതിനുശേഷം വയ്ക്കുന്നത് തീർച്ചയായിട്ടും ഒരു കൾച്ചറിന് ചേർന്നതല്ലെന്നുള്ളതാണ് മൊത്തത്തിലുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. അങ്ങനെയാണ് 9 മണിക്ക് ശേഷം പൊതുവെ ഉച്ചത്തിലുള്ള ശബ്ദം പബ്ലിക്കായിട്ട് നമ്മൾ വെക്കരുതാണ്. വീട്ടിനകത്ത് വെക്കുന്നത് വേറെ അവനവന് ആവശ്യമുള്ള ശബ്ദമാണ്. പക്ഷേ പുറത്തുള്ള ശബ്ദം 9 മണിക്ക് ശേഷം കഴിവതും എല്ലാം ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശബ്ദത്തിൽ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ രാജീവ് ജയദേവൻ, അദ്ദേഹം കൊച്ചി IMA സെക്രട്ടറിയാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് കൂടിയാണ്. പക്ഷേ ഞങ്ങൾ ഇന്നിവിടെ സംസാരിച്ച വിഷയം ഗ്യാസ്ട്രോ എൻട്രോളജിയായിട്ട് ബന്ധപ്പെട്ടതൊന്നും ആയിരുന്നില്ല. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ശബ്ദമലിനീകരണമാണ് ഞങ്ങളിവിടെ സംസാരിച്ചത്, അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ അമിതമായ ഉപയോഗം, അത് നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ആരോഗ്യപരമായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്നിവിടെ സംസാരിച്ചത്. ശബ്ദം ഒരു ശല്യമാണ് എന്നതിലപ്പുറം അതൊരു ആരോഗ്യ പ്രശ്നമാണ് എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ മനസ്സിലായിട്ടുണ്ടാവും. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctorstock@kairatv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. അടുത്തയാഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായിട്ട്. ബൈ. ഹലോ യൂട്യൂബ്, മൈ നെയിം ഈസ് ലക്ഷ്മി മേനോൻ. വെൽക്കം ടു മൈ ചാനൽ. സോ FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ടോൺ. സമഗ്ര സംഭാവന അവാർഡ് 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ്സ്പീഡ്.